2026 തമിഴ്നാട്ടിൽ BJP നേതൃത്വം നൽകുന്ന NDA അധികാരത്തിൽ വരും എന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം കുറച്ചു കാലം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം UK-യിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഒരു 3 മാസത്തെ കോഴ്സ് പഠിക്കാൻ പോയി. കോഴ്സ് എന്താണെന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും അതൊരു മാനേജ്മെൻ്റൽ എഫിഷ്യൻസി കോഴ്സ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ലീഡർഷിപ്പ് നിലയിൽ നിർത്തേണ്ടതെന്നും ആ ലീഡർഷിപ്പിലൂടെ എങ്ങനെയാണ് മാസിനെ കൂടുതൽ അടുപ്പിക്കാൻ കഴിയുന്നതും മാസിൻ്റെ ഒരു വല്ലാത്ത ആകർഷണം മാസിലേക്ക് തൻ്റെ വ്യക്തിത്വത്തെ മാസിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നും അത് ഒരു രാഷ്ട്രീയ വിജയത്തിന് എങ്ങനെയെല്ലാം സഹായിക്കുമെന്നും ഒക്കെ കുറിച്ച് പഠിക്കാനായിരിക്കണം ഒരു പക്ഷേ പോയത്. അതെന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി അത്തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് കോഴ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ മുമ്പ്, മുഖ്യമന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പ്, ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എവിടെയൊക്കെ വായിച്ച ഓർമ്മയുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ അണ്ണാമലൈ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു 3 മാസത്തെ കോഴ്സ് അവിടെ പോയി പഠിച്ചത് എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹം തോന്നുന്നത്. പക്ഷേ എൻ്റെ ഒരു ഊഹഭോഗമായിരിക്കാം, ഞാൻ വെറുതെ ചിന്തിക്കുന്നതായിരിക്കും. അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ അദ്ദേഹം മറ്റെന്തെങ്കിലും ആയിരിക്കും. പക്ഷേ BJPയുടെ അധ്യക്ഷനായിട്ട് നിന്നുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിൽക്കുന്ന അണ്ണാമലൈക്ക് ഇനി മറ്റെന്തെങ്കിലും അക്കാദമിക്കലായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ, സർക്കാർ ജോലി ഉണ്ടായിരുന്നത് തന്നെ IAS കാരനായിരുന്ന അദ്ദേഹം രാജിവെച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നാളിൽ ഇനി അദ്ദേഹത്തിൻ്റെ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ കൂടുതൽ കൂട്ടേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റൽ എഫിഷ്യൻസി കൂട്ടേണ്ട കാര്യം അദ്ദേഹത്തിനുണ്ട് എന്നതാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കോഴ്സിനായിരിക്കും അദ്ദേഹം പോയത്. എന്തായാലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വിവരമില്ലെങ്കിൽ പോലും 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് അദ്ദേഹം വന്നിരിക്കുന്നു. എന്തായാലും അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ BJPക്കകത്ത് ഈ കേരളത്തിലുള്ളതുപോലെ ചില ഗ്രൂപ്പ് തർക്കങ്ങളും ചില കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉള്ള പഴയ BJPക്കാരൊക്കെ അവിടെയൊക്കെ ഉണ്ട്. തെരുത്തലമൂന്നൊക്കെ അവർ ഇദ്ദേഹത്തിനെതിരായിട്ടൊക്കെ ചില അതും ഇതൊക്കെ അവിടെ ഇരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം തിരിച്ചു വന്നിട്ട് ശക്തമായി തൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് വിജയുടെ രാഷ്ട്രീയ രംഗപ്രവേശമാണ്. അദ്ദേഹത്തിൻ്റെ TVK എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി, തമിഴ് വെട്രി കഴകം എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്. ആ തമിഴ് വെട്രി കഴകം വലിയൊരു ആഘോഷമായിട്ട് ലക്ഷക്കണക്കിന് ആരാധകർ പങ്കെടുത്ത വലിയൊരു സമ്മേളനത്തിൽ വെച്ചത് അദ്ദേഹം ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു, നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഈ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മേൽ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും തമിഴ് രാഷ്ട്രീയത്തിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത്, താൻ എൻട്രി ചെയ്തിരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. വിജയ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നല്ലതാണ്. അദ്ദേഹം സിനിമയിൽ വളരെ പീക്ക് ടൈമിലാണ് നിൽക്കുന്നത്. ആ ഒരു പീക്ക് ടൈം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജിയും ജനങ്ങളുടെ ഉണ്ടായിരുന്ന ഒരു സമ്മതിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശനം അദ്ദേഹത്തിന് വളരെയധികം ഊർജ്ജമാകും. അത് നടത്തട്ടെ, ഞങ്ങൾ എതിർക്കാനൊന്നും പോകുന്നില്ല. എതിർക്കേണ്ട അവസരം എന്തെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾ എതിർക്കും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എതിർക്കേണ്ടത് എന്താണെന്ന് ഞങ്ങൾ നോക്കും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ എതിർക്കേണ്ട കാരണം ഞങ്ങൾക്ക് BJPയുടെ സഖ്യ പാർട്ടിക്കൊന്നും വിജയ് ഒരിക്കലും ഒരു ഭീഷണിയല്ല. കാരണം അതൊരു ദ്രാവിഡ പാർട്ടിയാണ്, അതൊരു ദ്രാവിഡ രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പറയുന്ന മറ്റൊരു പാർട്ടിയും കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു മേളം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഭയക്കേണ്ടെന്ന് പറയാൻ കാരണം ഒരു ദ്രാവിഡ പാർട്ടിയും കൂടെ വന്നതുകൊണ്ട്, ദ്രാവിഡ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു പാർട്ടിയും കൂടെ വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ദോഷവും ഉണ്ടാകില്ല. കാരണം ഈ ദ്രാവിഡ വോട്ടുകൾ കൂടുതൽ ഭിന്നിക്കുകയുള്ളൂ. അങ്ങനെ ദ്രാവിഡ വോട്ടുകൾ കൂടുതൽ ഭിന്നിച്ചാൽ അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് തന്നെയാണ്, BJPക്കും BJPയുടെ സഖ്യകക്ഷികൾക്കും തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, 2026 തമിഴ്നാട്ടിൽ NDA സഖ്യം അധികാരം പിടിച്ചെടുക്കും. ആ അധികാരം പിടിച്ചെടുക്കുമ്പോൾ അതിൽ ഈ NDA സഖ്യത്തിലുള്ള സർവ്വ പാർട്ടികൾക്കും ഞങ്ങൾ അധികാരം പങ്കുവയ്ക്കും. ആരെയും ഞങ്ങൾ ഒഴിച്ചു നിർത്തില്ല.
ചെറിയ പാർട്ടികൾക്ക് പോലും ഒരുപക്ഷെ ഒരു MLA ഉള്ള പാർട്ടിക്ക് പോലും ഞങ്ങൾ അധികാരം കൊടുക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ പിന്നെ അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത്. അണ്ണാമലൈ വന്നതോടുകൂടി BJP വീണ്ടും തമിഴ്നാട്ടിൽ ഊർജ്ജമായിട്ടും ശക്തമായിട്ടും പ്രവർത്തന രംഗം സജ്ജമായിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും അണ്ണാമലൈ തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇളക്കം എന്തായിരിക്കും? അദ്ദേഹം പറയുന്നത് വെറും രാഷ്ട്രീയ അണികളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ 2026 അധികാരത്തിൽ കയറും എന്ന് പറയുന്നത്, അതോ യാഥാർത്ഥ്യമാകുമോ? നമുക്ക് കാത്തിരിക്കാം.